നാവില്ലാത്ത കോടിക്കണക്കിന് മനുഷ്യർ ഉയർത്തെഴുന്നേൽക്കുകയാണ്. ഈ കാലം കണ്ട ആധുനിക നവോത്ഥാനത്തിന്റെ നായക സ്ഥാനത്തേക്ക് ഈ ചെറുപ്പക്കാരനെ എടുത്തുയർത്താൻ ഒട്ടനവധി പാട്ടുകാരുള്ളപ്പോ വേടന്റെ പാട്ട് ഇഷ്ടപ്പെടുന്നത് അതിന്റെ ഈണത്തിലോ ശ്രുതിയിലോ അല്ല, ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത മട്ടിലുള്ള തീ പാറുന്ന വരിയിലെ ശക്തിയിലാണ്. ആ ശക്തി പകരുവാൻ വേടനെ പോലെ മറ്റൊരാളും വന്നിട്ടില്ല. വേടൻ ഇവിടുത്തെ അവഗണിക്കപ്പെട്ടവന്റെ പ്രതിബിംബമാണ്. വേടനെ പേടിക്കേണ്ടവർ ആരാണ്? ജാതിത്തിരിവ് ഉണ്ടാക്കിയവരല്ലേ. അവരല്ലേ വേടനെ വിമർശിക്കുന്നത്. വേടൻ പറയുന്നത് ജാതി വേണ്ട, വർണ്ണം വേണ്ട എന്നാണ്. എല്ലാവർക്കും തുല്യത വേണം, അതല്ലേ ശരിയും. നിറം നോക്കിയിട്ട് ഇന്ന ജാതിയാണ് എന്ന് പറയുന്ന കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോഴാണ് ജാതിവാലും കൊണ്ട് നടക്കുന്ന ചില ആളുകൾ വേടനാണ് ജാതി ഉണ്ടാക്കിയതെന്ന് പറയുന്നത്. പിന്നെ കേരളത്തിൽ ആദ്യമായി കഞ്ചാവ് ഉപയോഗിച്ചത് വേടനാണത്രേ. വേടനെ വിമർശിക്കുന്നവർ ഉണ്ടല്ലോ, അവന്റെ നിറം, അവന്റെ ജാതി യാണ് പ്രശ്നം. വില്ലുവണ്ടി സവർണ തമ്പ്രാക്കന്മാരുടെ നെഞ്ചിലൂടെയാണ് അയ്യൻകാളി ഓടിച്ചതെങ്കിൽ വേടന്റെ വാക്കുകൾ അഗ്നിയായി പടരുകയാണ്. വേടൻ എന്ന തീക്ക് ഒരു പോറലും ഏറ്റിട്ടില്ല, ഇനി ഏൽക്കുകയുമില്ല. കഴിഞ്ഞുപോയ കാര്യങ്ങൾ പറഞ്ഞ് അപമാനിച്ച് തളർത്താൻ ശ്രമിച്ചാലും ഏൽക്കുകയുമില്ല. കത്തിപ്പടർന്ന് ആർജവത്തോടെ മുന്നേറിക്കൊണ്ടേയിരിക്കും. സ്നേഹം നിറഞ്ഞ പ്രേക്ഷക ലക്ഷങ്ങൾ കൂടെയുള്ളിടത്തോളം കാലം സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അടിച്ചമർത്തലുകൾക്കെതിരെ പ്രതികരണശേഷിയുള്ള വിദ്യാഭ്യാസമുള്ള ഒരു തലമുറ ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. അവർക്ക് വേടനെ പോലെയുള്ളവരുടെ കഴിഞ്ഞ കാലഘട്ടത്തെ അടിച്ചമർത്തലുകളെ ഓർമ്മപ്പെടുത്തുന്ന മൂർച്ചയേറിയ ജീവിത അനുഭവം പാട്ടുകളിലൂടെ ഊർജം പകരുന്നുമുണ്ട്. വേടനെന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രിയ സഹോദരന്റെ പേഴ്സണൽ ലൈഫ് എന്താണെന്ന് തിരക്കി ഇറങ്ങുന്നില്ല. അവന്റെ നാവിൽ നിന്നും ഉരുത്തിയിരുന്ന തീവ്രമായ വാക്കുകൾ കഴിഞ്ഞ കാലഘട്ടത്തിലെ മുൻ പിതാക്കന്മാർ അനുഭവിച്ച നീചമായ അടിമത്വം, ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും അതെങ്ങനെ നേടി എന്ന് പുതുതലമുറ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു ജനതയ്ക്കായി പോരാടിയ അനേകം മഹാത്മാക്കൾ ഈ കാലഘട്ടത്തിൽ കായിക ബലം കൊണ്ടോ സമരമുറകൾ കൊണ്ടോ അടിസ്ഥാന ജനത ഒന്നും നേടിയിട്ടില്ല. നിരക്ഷരനായിരുന്ന മഹാത്മാ അയ്യൻകാളി എന്തുകൊണ്ടാണ് അക്കാലത്ത് തന്റെ ജനതയുടെ വിദ്യാഭ്യാസ അവകാശത്തിനായി പാടങ്ങളിൽ പണിമുടക്ക് സമരം ചെയ്തത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പറ്റുമെങ്കിൽ വിദ്യാഭ്യാസത്തിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിക്കുക. ഒന്നു പറയുന്നു, വേടനെന്ന ഹിരൺദാസിന്റെ ഒരു ഫോട്ടോ ഇട്ടാൽ ഹാലിളകുന്നവരോട് വേടനെന്ന വ്യക്തിയെ അവന്റെ കുലത്തിലുള്ളവർ മാത്രമല്ല ഇഷ്ടപ്പെടുന്നത്, നാനാജാതി മതത്തിൽപ്പെട്ട ജാതിവെറി ഇല്ലാത്ത കുറച്ചു നല്ല മനുഷ്യരും കൂടിയാണ്. ഞങ്ങളുടെ മുത്തച്ഛനെഴുതിയ ഇന്ത്യൻ ഭരണഘടനയെ ഞങ്ങൾ ബഹുമാനിക്കും, ആദരിക്കും. അത് നടപ്പിലാക്കുന്ന നിയമപാലകരെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. പക്ഷേ ആ ഭരണഘടനയെ വെള്ളം ചേർത്ത് വളച്ചൊടിച്ച് ഞങ്ങൾക്കെതിരെ തിരിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾക്ക് വേറൊരു മുത്തച്ഛനും കൂടിയുണ്ട്, മഹാത്മാ അയ്യൻകാളി.